നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി BJP നേതാവ് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം മറ്റൊന്നുമല്ല, മന്ത്രിപ്പണി മതിയായി, ഞാൻ ഒഴിയാൻ തയ്യാറാണ്, പകരം RSS നേതാവും രാജ്യസഭാ MP-യുമായ C സദാനന്ദനെ മന്ത്രിയാക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സിനിമയിൽ അഭിനയിക്കണം, ധാരാളം പണമുണ്ടാക്കണം, വീട്ടിൽ കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി ആയതോടുകൂടി സാമ്പത്തികമായി തകർന്നുപോയി. സാധാരണ നേരെ തിരിച്ചാണ് എന്നാണ് ജനങ്ങളുടെ അനുഭവം. എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത് എന്നോർക്കണം. ഒരു കേന്ദ്രമന്ത്രിക്ക് മോശമല്ലാത്ത ആനുകൂല്യമുണ്ട്, അത് വെച്ച് ജീവിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ സുരേഷ് ഗോപിക്ക് അതുപോരാ, അതിനേക്കാളും വലിയ തുക വേണം ജീവിക്കാൻ എന്നതായിരിക്കുമല്ലോ. അതോടൊപ്പം തന്നെ വെറും MP ആയാൽ തന്നെ ഒരു നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതും പോരാ സുരേഷ് ഗോപിക്ക്, അതിനേക്കാളും വലിയ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ. എന്നാൽ നേരെ തിരിച്ച് മന്ത്രിയായിട്ടും MP ആയിട്ടും സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടാക്കാതെ നിൽക്കുന്ന ആളാണ് ഇത്രയും നല്ല മനുഷ്യൻ, മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കാൻ തയ്യാറാകുന്നു, ത്യജിക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെ അദ്ദേഹത്തെ വല്ലാതെ പാടിപ്പുകഴ്ത്താനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? അദ്ദേഹം MP ആകുന്നതിന് മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ട്. MP ആയി കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂരിൽ എന്തൊക്കെ ചെയ്യും, ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യും, ഞാൻ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യക്ക് വേണ്ടി, ദക്ഷിണേന്ത്യക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് ഞാൻ MP ആയി തുടരും, മന്ത്രിയാകില്ല. 5 കേന്ദ്രമന്ത്രിമാർ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിൽ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ BJP തയ്യാറാണ്. അങ്ങനെ 5 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന തരത്തിൽ കേരളത്തിലേക്ക് പദ്ധതികൾ കൊണ്ടുവരും, കേരളത്തെ അങ്ങ് പാലും തേനും ഒഴുകുന്ന നാടാക്കി മാറ്റും. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യം. പിന്നീട് അദ്ദേഹം മന്ത്രിയായ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ടൂറിസം മന്ത്രിയാണ്, ഒരു ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ബജറ്റ് ഒന്ന് കഴിഞ്ഞു, ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ഇനി ഇതാ ബജറ്റ് വരാൻ പോവുകയാണ്. 1.5 വർഷമായി അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് അദ്ദേഹത്തിലൂടെ ലഭിച്ച എന്തെങ്കിലും ഒരു ചെറിയ പദ്ധതിയെ കുറിച്ച് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ചെറിയ പദ്ധതി? കേരളത്തിന് എയിംസ് ലഭിക്കും, അതിനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ പാരവെക്കാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് പറ്റില്ല, ആലപ്പുഴ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ മാത്രമേ എയിംസ് അനുവദിക്കുകയുള്ളൂ എന്നും BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ആ അഭിപ്രായമില്ല. കേരളത്തിൽ എവിടെയായാലും എയിംസ് വരണം എന്നാണ് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത്. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ വന്നില്ലെങ്കിൽ ഞാൻ തടയും, അതുകൊണ്ട് എയിംസ് ആലപ്പുഴയിൽ വേണം, ഇതാണ് അദ്ദേഹത്തിന്റെ വാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട്. എന്ന് വെച്ചാൽ കേരളത്തിൽ ലഭിക്കാനിടയുള്ള ഒരു പദ്ധതി പോലും തടയാൻ ശ്രമിക്കുന്ന ആളായി കേന്ദ്രമന്ത്രി മാറുന്നു. ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പോട്ടെ, ഉള്ള പദ്ധതിയെ, വരാൻ സാധ്യതയുള്ള പദ്ധതിയെ ഇല്ലാതാക്കാനും തടയാനും ശ്രമിക്കുന്ന ആളായി സുരേഷ് ഗോപി മാറുന്നു. അത് വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജ്യസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം കേന്ദ്ര സഹമന്ത്രി. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറയുമ്പോൾ തന്നെ BJP MP-മാർ തലക്ക് കൈകൊടുത്ത് മാറി നിൽക്കുന്ന കാഴ്ച. നേരത്തെ അത്തരം ദൃശ്യങ്ങൾ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലും ദേശീയ തലത്തിലും. അതാണ് സുരേഷ് ഗോപി. ഇനിയിപ്പോൾ അടുത്ത ബജറ്റ് വരാൻ പോകുന്നു, ടൂറിസം സർക്യൂട്ട് ഉണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് രണ്ടാമത്തെ ബജറ്റിലും ഇല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് 1ാം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ബജറ്റ് ഇപ്പോൾ ഒന്നല്ലേ അവതരിപ്പിച്ചുള്ളൂ, ഇനിയും ബജറ്റ് വരാനുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇനി വരുന്ന ബജറ്റിൽ വലിയ പ്രഖ്യാപനം ടൂറിസം മേഖലയ്ക്ക് കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്നാണ്. അതില്ലെങ്കിൽ സ്വാഭാവികമായി ചോദ്യം വരും. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് തന്നെ എഴുന്നേറ്റെന്ന് ചോദിക്കും, എന്തേ സുരേഷ് ഗോപി ഒന്നും കിട്ടിയില്ലല്ലോ എന്ന്. 2 കേന്ദ്രമന്ത്രിമാർ, കേരളത്തിൽ നിന്ന് BJP-ക്ക് ഒരു MP ഇത്രയും നേട്ടമുണ്ടാക്കിയിട്ടും ഇത്രയും കേരളം നൽകിയിട്ടും എന്തുകൊണ്ട് തിരിച്ച് കേരളത്തിന് ഒന്നും നൽകുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതിന് മറുപടി പറയേണ്ടി വരും. അത് ഭയക്കുന്നുണ്ട് സുരേഷ് ഗോപി. ഇതെല്ലാം കൊണ്ടാണ്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാളും വലുതാണ് അത്.
അദ്ദേഹത്തിന് കലുങ്കിലിരുന്ന് വർത്തമാനം പറയാനും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനും ഗ്ലാമർ വേഷത്തിൽ പോയി ചാടിയിറങ്ങി ആളുകളെ കെട്ടിപ്പിടിച്ചും ഒക്കെ, അതല്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ കറങ്ങി നടന്നും, അതല്ലെങ്കിൽ പള്ളികളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചും സ്വർണ്ണ കിരീടം സമ്മാനിച്ചും ഒക്കെ ആളുകളെ കയ്യിലെടുത്ത് വോട്ട് വാങ്ങി MP ആകാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതാണ് സുരേഷ് ഗോപിയുടെ പരാജയം. ഇനി 1.5 വർഷം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്ത് നൽകി തൃശ്ശൂരിന്, നിങ്ങൾ എന്ത് നൽകി കേരളത്തിന് എന്ന്. ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രിപ്പണി വേണ്ട എന്ന നിലപാടിലേക്ക് സുരേഷ് ഗോപി വന്നിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ചർച്ച.